മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ ഉല്ലസിക്കുക എന്നുള്ളതാണ്. The resurrected Christ presence makes our life a never-ending festival. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെയുള്ള നമ്മുടെ സാന്നിധ്യം, സഹവാസം, സഹയാത്രികം നമ്മെ ജീവിതം അസ്തമിക്കാത്ത ഒരു സന്തോഷാനുഭവമാക്കി മാറ്റും എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ സന്തോഷിക്കുന്നത് ശാരീരികമായ ബലഹീനത ഉണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് കരുതി എൻ്റെ മുമ്പിൽ ഒന്നാമത് ഈ ദേശത്തിന് തന്നെ നേതൃത്വം കൊടുത്ത സാബു ദാനിയൽ സാർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് വരുന്നതിന് ദൈവം തമ്പുരാൻ കൃപ നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒരുമിച്ച് ഒരല്പസമയം ധ്യാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞു അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വച്ചാൽ ഗുരു, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു. അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് ഖേബ എന്നു പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് ഖേബ എന്നു പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. വേദപുസ്തകം നാം സൂക്ഷ്മമായി നോക്കുമ്പോൾ ദൈവം തമ്പുരാനോടുകൂടെ ചേർന്ന് നടക്കുന്നതിന് ദൈവം നമ്മെ ക്ഷണിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സഹയാത്രികനായി തീരുന്നതിന് വേണ്ടി സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയ ദൈവം തമ്പുരാനാണ്. നാം നടക്കുന്ന വഴിത്താരകൾ ദൈവം ആഗ്രഹിക്കുന്ന വഴിത്താരകളിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത വ്യത്യസ്ത വഴിത്താരകളിൽ നമ്മളോട് ചേർന്ന് നടന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ട്. ഈ വേദഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്രകാരം ഒരു ശിഷ്യഗണത്തെ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ തിരുശരീരമാകുന്ന സഭ കെട്ടുപണി ചെയ്യപ്പെടുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്ക ശുശ്രൂഷയാണ് ഈ വേദഭാഗം. ഇന്ന് നാം ഈ സിഡ്കോ സെൻറ്ററിൻ്റെ മലമുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി താഴ്വാരങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ ഈ മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് പോകുവാനായിട്ട് പോകുമ്പോൾ നാം ഒരുപക്ഷെ സഞ്ചരിക്കാത്ത സഞ്ചാരപഥങ്ങളിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത സഞ്ചാരപഥങ്ങളിൽ നമ്മളോടുകൂടെ ചേർന്ന് നടന്ന് നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന സഞ്ചാരപഥങ്ങളിലൂടെ സഞ്ചരിക്കാനായിട്ട് ദൈവം തമ്പുരാൻ ഇന്ന് ക്ഷണിക്കാൻ പോകുകയാണ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊന്ന് നോക്കിയ ഈ വേദഭാഗം വളരെ ശ്രദ്ധേയമായ വേദഭാഗമാണ്. യോഹന്നാൻ യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്. യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്, ഞാൻ മാനസാന്തരത്തിൻ്റെ സ്നാനം കഴിപ്പിപ്പാൻ വന്നവനാണ്, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷം യോഹന്നാൻ പറയുകയാണ്, ഞാൻ അവനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി മാത്രം വന്നവനാണ്. ഞാൻ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി മാത്രം വന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുൻപേ ഭദ്രാസനത്തിലുള്ള എല്ലാ ആളുകളെയും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തെ നമുക്ക് ആർക്കൊക്കെ കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും? ഈ വേദഭാഗം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതേ വഴിയെ യേശു കർത്താവ് നടന്നു പോകുന്നു. യേശു കർത്താവ് നടന്നു പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ യേശു കർത്താവിങ്കിലേക്കൊന്ന് നോക്കി. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ആരെ നടന്നു പോകുന്ന കാണുമ്പോൾ ഒന്ന് നോക്കും എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവിനെ യോഹന്നാൻ ഒന്ന് നോക്കി. യേശു കർത്താവിനെ യോഹന്നാൻ ഒന്ന് നോക്കിയപ്പോൾ കൂടെ നടന്നവരും യേശു കർത്താവിനെ നോക്കി. കൂടെ നടന്നവരും യേശു കർത്താവിനെ നോക്കി. കൂടെ നടന്നവരെ യേശുവിങ്കലേക്ക് ആനയിപ്പാനുള്ള ദൈവിക ക്ഷണം ലഭിച്ചവരാണ് ഈ സിഡ്കോ സെന്ററിൽ ഇരിക്കുന്നവർ. ഓരോ മാർത്തമക്കാരനും ഓരോ സുവിശേഷകനാണ്. ഓരോ ദൈവമക്കളും തങ്ങളോട് ചേർന്ന് നടക്കുന്നവരെ കർത്താവിങ്കലേക്ക് ആനയിപ്പാനായിട്ട് വിളിച്ചിരിക്കുന്നവരാണ്. ഡയറക്റ്റിംഗ് അതേഴ്സ് ടു ക്രൈസ്റ്റ് ഈസ് അവർ മിഷണറി ടാസ്ക്. Directing others to Christ is our missionary task. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ആളുകളെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ വേദഭാഗത്ത് നോക്കുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ യോഹന്നാൻ ഡയറക്റ്റ് ചെയ്യുകയാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ബാബുജാന് പ്രസംഗിക്കാനുണ്ടല്ലോ. നമ്മളെ ഇന്ന് ഈ മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മളോട് കൂടെ നടക്കുന്ന 2 പേരെയെങ്കിലും ക്രിസ്തുവിങ്കിലേക്ക് ആനയിപ്പാനായിട്ട് കഴിയണം. ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്തായോട് കൂടെ ചേർന്ന് ശുശ്രൂഷ നിർവഹിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ച ആളാണ്. ഞാൻ അവിടെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അഭിമന്യ തിരുമേനിയുടെ ടെർമിനൽ സ്റ്റേജായി. അങ്ങനെ ഞങ്ങൾ ഫെലോഷിപ്പ് ആശുപത്രിയിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തിരുമേനി കിടക്കുകയാണ്. മരണം കണ്ടുകൊണ്ട് തിരുമേനി ഫെലോഷിപ്പ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അന്ന് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന സക്കറിയാസ് മാർ തെയോഫിലസ് തിരുമേനി അവിടോട്ട് ചെല്ലുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ തെയോഫിലസ് തിരുമേനി അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, മെത്രാച്ചൻ ഇവിടെ നിൽക്കാനുള്ളതല്ല, യു ഗോ ബാക്ക് ടു യുവർ ഓൺ പ്ലേസ്, നീ തിരിച്ചു പോകണം. എന്നിട്ട് പറഞ്ഞു, ബ്രിങ് അറ്റ്ലീസ്റ്റ് 2 people to Christ every day. Bring at least 2 people to Christ every day. അതുകൊണ്ട് 19ാമത്തെ ബോംബെ കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓഫീസ് മേഖലകളിൽ, നമ്മുടെ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ടുന്ന ഒരു സംഗതി, നമ്മുടെ കൂടുള്ളവരെ കർത്താവിങ്കിലേക്ക് നയിപ്പാൻ കഴിയണം. കൂടുള്ളവരെ കർത്താവിങ്കിലേക്ക് നയിപ്പാൻ കഴിയണമെന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ളവരെ കർത്താവിങ്കിലേക്ക് നയിപ്പാൻ കഴിയണം.
നമ്മുടെ വീട്ടിലുള്ളവരെ കർത്താവിങ്കിലേക്ക് നയിപ്പാൻ കഴിയണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എത്തീസം വരുന്നത്? നമ്മൾ വിചാരിക്കും അവരുടെ ബൗദ്ധികതയുടെ വലിയ വലിപ്പം കൊണ്ടാണെന്ന് വിചാരിക്കും. അങ്ങനൊന്നുമല്ല. ബൗദ്ധികതയുടെ വലിപ്പം കൊണ്ടൊന്നുമല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബൗദ്ധിക തലത്തിൽ ഉയർച്ച ലഭിച്ച ഒരാളെന്ന് പറയുന്നത് നമുക്കറിയാം, ഐൻസ്റ്റൈനാണ്. ഐൻസ്റ്റൈൻ ഒരു ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹം ക്രിട്ടിക്കൽ റാഷണാലിറ്റി പറയുന്ന ആളാണ്. എന്നാലും ഐൻസ്റ്റൈൻ്റെ ഉള്ളിൽ ക്രിസ്തീയ മൂല്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്തു സഹയാത്രികനായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂടെ നടക്കുന്നവരെ അതിലേക്ക് ഒരുക്കണം എന്ന് ദൈവം തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഡയറക്റ്റ് അതേഴ്സ് ടു ക്രൈസ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ബാബു സാർ ഓർമ്മപ്പെടുത്തിയല്ലോ അത്. ഇനി രണ്ടാമത് ഈ ഭാഗം നമ്മൾ ഓർക്കുമ്പോൾ, കർത്താവിനെ അവർ നോക്കിയപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് ആർ യു സെർച്ചിങ് ഫോർ? വാട്ട് ആർ യു സെർച്ചിങ് ഫോർ? അതായത് ദൈവത്തിങ്കലേക്ക് നമ്മൾ കണ്ണുകളെ ഉയർത്തുമ്പോൾ ആ നോട്ടത്തിനകത്ത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അന്വേഷിക്കുന്നത്? വാട്ട് ആർ യു റിയലി സെർച്ചിങ് ഫോർ? നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എന്ത് അന്വേഷിക്കുന്നു? നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ പള്ളികൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അനുസരിച്ച് അവിടെ നിന്ന് സർവീസ് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ പള്ളിയിൽ പ്രതീക്ഷിക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ മുഖശോഭ കാണുവാൻ നമുക്ക് കഴിയണം. അതായത് പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കണ്ണിനും രസമാകുന്ന വിധം ഉള്ള കാര്യങ്ങൾ കാണണം എന്നാണോ നാം ആഗ്രഹിക്കുന്നത്? അതോ തേജസ്സേറിയ കർത്താവിൻ്റെ മുഖം കാണണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത്? ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ 2 കൊണ്ട് മുഖം മൂടിയും 2 കൊണ്ട് പാദം മൂടിയും 2 കൊണ്ട് ചിറകടിച്ചുയർന്നതുമായ സാറാഭുകൾ അത്യുന്നതനായ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുല്ലസിക്കുന്നത് ഞാൻ കണ്ടു. ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടികൾ കുലുങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ് എന്ന് കാണുന്നതിന് സാധിച്ചു. അങ്ങനെങ്കിൽ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണേണ്ടുന്നത് നമ്മൾ ആരാണെന്നും നമ്മളെ വിളിച്ച ദൈവം തമ്പുരാൻ്റെ തേജസ് എന്താണെന്നുമാണ്. ഇതാണ് ഈ വേദഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് യോഹന്നാൻ പറയുന്നു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഇതെന്ന് പറയുന്നു. നേരം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നു ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു യഹൂദരെന്നുള്ള നിലയിൽ അന്ത്രയാസിനും കൂടെയുള്ളവനും തോന്നാൻ സാധ്യത, ഇവൻ പാപപരിഹാരയാഗത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ആട്ടിൻകുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ പാപയാഗത്തിനായിട്ട് പോകുന്ന ഒരു ആട്ടുകുട്ടിയായിരിക്കാം. നിങ്ങൾ ആട്ടിൻകുട്ടിയെയാണോ തേടുന്നത്, അതോ പാപത്തിൻ്റെ പരിഹാരത്തിനായി സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ പുത്രനായിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ്? അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുന്നതിനകത്ത് വേദനയുണ്ട്, രോദനങ്ങളുടെ കഷ്ടതകളുണ്ട്. അതുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുന്ന വാട്ട് ആർ യു റിയലി സെർച്ചിങ് ഫോർ? ആർ യു റിയലി സെർച്ചിങ് ഫോർ ദ ലാംബ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണോ നിങ്ങൾ നോക്കുന്നത്, അതോ നിങ്ങൾ വേറെന്തെങ്കിലും ആണോ നോക്കുന്നത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ,
ഈ മലമുകളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ എന്ത് അന്വേഷിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് അന്വേഷിക്കേണ്ടുന്നത് ക്രിസ്തുവിനെയാണ്. കർത്താവ് അന്നേരം പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവല്ല, ഈ രണ്ട് ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങനെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ യു ഹാവ് ടു പേ ദ പ്രൈസ്. നിങ്ങളൊരു വില കൊടുക്കണം. എന്താ വില കൊടുക്കേണ്ടുന്നത്? നിങ്ങൾ വന്ന് കാണണം. യു ഹാവ് ടു ട്രാവൽ ഓൾ ദ വേ ഫ്രം ദ പ്ലേസ് വെയർ യു ആർ from the place from you are to the place where you should be. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഇരിക്കേണ്ടുന്ന ഇടത്തെ നിങ്ങൾ യാത്ര ചെയ്യണം. യു ഹാവ് ടു പേ ദ പ്രൈസ്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യണമെങ്കിൽ ചില പ്രൈസ് കൊടുത്തെങ്കിലേ മതിയാകുള്ളൂ. അവർ കർത്താവിനെ അനുധാവനം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. കർത്താവ് പാർക്കുന്ന ഭവനത്തിൽ ചെല്ലുകയാണ്. കർത്താവിൻ്റെ ഭവനത്തിൽ ചെന്ന് പാർത്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്തുവിനെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവരിറങ്ങിയ ശേഷം പിന്നെ നമ്മൾ കാണുന്നത്, they are creating a network of their friends. That is the early church. A networking of their own family members, a network of their own friends. അവരുടെ കൂടുള്ളവരെ ചേർത്ത് ഒരു കൂട്ടം ഉണ്ടാക്കുകയാണ്. ഈ അന്ത്രയാസ് എന്ന് ശീമോനെ കണ്ടു. ശീമോനും അന്ത്രയോസും കൂടെ ചെന്ന് ഫിലിപ്പിനെ കണ്ടു. അങ്ങനെ 12 ശിഷ്യന്മാരുള്ള ആദിമസഭ രൂപപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സഭയിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രസംഗം കേട്ട് ഈ താഴ്വാരങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, 1, ഡയറക്റ്റ് അതേഴ്സ് ടു ക്രൈസ്റ്റ്. 2, ടു സീ ക്രൈസ്റ്റ് യു നീഡ് ടു പേ ദ പ്രൈസ്. നമ്പർ 3, we need to travel with him from the place where you are to the place where you should be. Number 4, we need to create a network of friends and relatives to build up his church. അവരാണ് ആദ്യത്തെ 12 ശിഷ്യന്മാരും ആദ്യത്തെ 12 അപ്പോസ്തലന്മാരും. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. അങ്ങനെങ്കിൽ നമ്മളെല്ലാവരും ഈ മലമുകളിൽ നിന്ന് കൂടി വന്നിരിക്കുന്നത് കർത്താവിനെ കാണുവാനുള്ള വാഞ്ചയോടുകൂടെ, കർത്താവിനെ അറിയിപ്പാനുള്ള വാഞ്ചയോടുകൂടെ, കർത്താവിനോടുകൂടെ സഹയാത്രികനാകുവാനുള്ള വാഞ്ചയോടുകൂടെ, കർത്താവിൻ്റെ വേല നിവർത്തിപ്പാനുള്ള വാഞ്ചയോടുകൂടെ പോവുകയാണ്. എന്താണ് വേല? എന്താണ് വേല എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ശുശ്രൂഷയാണ്. ഞാൻ കഥയൊന്നും പറഞ്ഞില്ല. കഥയല്ലാതൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഭദ്രാസനത്തിൽ ഒരു ചെറിയ പ്രയാസം പോലെയുള്ളൊരു സാഹചര്യം വന്നു. ഒരു ഡിസിഷൻ പുറത്തുനിന്ന് വന്നപ്പോൾ ഇപ്പോഴിരുന്ന ചുമതലക്കാരും മുമ്പിരുന്ന ചുമതലക്കാരും എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി യാതൊരു കാരണവശാലും പ്രയാസപ്പെടണ്ട, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കാര്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ദിസ് ഈസ് മാർത്തോമ ചർച്ച്. അത് കഴിഞ്ഞ് ഒരുമിച്ച് കൂടിയിരുന്ന് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്, we need to form a close network of those who are being saved by the victorious cross of our Lord. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ ഒരു നെറ്റ്വർക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിപ്പാൻ വേണ്ടി ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂ വന്നപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ ട്രസ്റ്റിമാരും എന്നെ വിളിച്ചു. എല്ലാ ട്രസ്റ്റിമാരും അരമനയിൽ വന്നു.
പുതിയ ട്രസ്റ്റിയും ചുമതലക്കാരും വികാരി ജനറൽ അച്ഛനും എല്ലാവരും കൂടി ഒരുമിച്ചൊരു കാര്യം തീരുമാനിച്ചു. സോ വി ആർ കോൾഡ് ടു ബി ദ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. നാം നുറുക്കുന്ന ഈ അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അതുകൊണ്ട് നാം എല്ലാവരും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവരാകയാൽ നാം എല്ലാവരും അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വർഷത്തെ കൺവെൻഷൻ ഇത്രത്തോളം ക്രമീകരിക്കുന്നതിന് ദൈവം തമ്പുരാൻ പ്രിയപ്പെട്ട തോമസ് കെ ജേക്കബ് അച്ഛനെയും ഈ സഭാ കൗൺസിൽ അംഗങ്ങളെയും നമ്മുടെ നേതാക്കന്മാരെയൊക്കെ എത്രമാത്രം ഉപയോഗിച്ചു എന്നുള്ളത് പറയുന്നതിന് ഞാൻ ഒരുപെടട്ടെ. എനിക്ക് ഒരുപക്ഷെങ്കിൽ അവസാനം പ്രസംഗം കഴിയുമ്പം സമയപരിമിതി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിന് അമരത്ത് നിന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട തോമസ് കെ ജേക്കബ് അച്ഛനെയും നമ്മുടെ ട്രഷറർ വി പി സൈമണെയും ദൈവം തമ്പുരാൻ ഒരുക്കി. അതുകൊണ്ട് ഓരോ പള്ളികളിലുള്ള ചുമതലക്കാർ എന്ത് കാംക്ഷയോടുകൂടെ, എന്ത് കൃത്യബോധത്തോടുകൂടെ പ്രവർത്തിപ്പാൻ ദൈവം തമ്പുരാൻ ഇടം നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ഓൾ ആർ വൺ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ പരസ്പരം ഭാരങ്ങളെ ചുമക്കുന്നവരും പരസ്പരം കരുതുന്നവരും, എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ വേറൊരു സഹോദരന്, എൻ്റെ സഹോദരന് ഒരു വിഷമം വരരുത് എന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അതിൽ വർദ്ധിച്ചു വരുവാൻ ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇനി 5 മിനിറ്റോടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കൊച്ചു സംഭവം പറയാം. കൊച്ചതല്ല, വലിയ സംഭവമാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മൂന്നാർ പ്രദേശത്തുകൂടെ രാവിലെ ഒരു പ്രഭാതത്തിങ്കിൽ ഒരു പാലുവണ്ടി പോവുകയാണ്. പാലുവണ്ടി, മിൽമയുടെ വണ്ടി. നല്ല മൂടൽമഞ്ഞാണ്. മലഞ്ചരിവിലുള്ള മൂടൽമഞ്ഞ് ഉണ്ട്, കൊടും ശൈത്യമുണ്ട്. ആളുകൾ ആരും എഴുന്നേറ്റിട്ടില്ല. ഈ പാലുവണ്ടി ഇങ്ങനെ പോവുകയാണ്. ഒരു വളവിന് ചെന്നപ്പോൾ ഒരു തടി വീണ് കിടക്കുന്നു. മഴ പെയ്ത് ഒരു തടി കുറുകെ വീണ് കിടക്കും, ചില്ല വീണ് കിടക്കുന്നു. ആ വീണ് കിടക്കുന്നതിന് തൊട്ടു മുമ്പ് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ കിടക്കുന്നു. വണ്ടി അങ്ങ് അടുത്തു, വളവായി. ഡ്രൈവർ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാറിക്കിടക്കുന്നതിന് തൊട്ടടുക്കൽ ഒരു മോട്ടോർ സൈക്കിളും കിടപ്പുണ്ട്. ഒരു ലോഹയിട്ട് ഒരു വൈദികനാ കിടക്കുന്നതെന്ന് മനസ്സിലാക്കി. ആ വണ്ടി അദ്ദേഹം തിരിച്ചു വെട്ടിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വണ്ടി മറിഞ്ഞു. വണ്ടി മറിഞ്ഞപ്പോഴത്തേക്ക് പാൽ പാത്രമെല്ലാം കൂടെ ചിന്നിച്ചതറുകയാണ്. അതിൻ്റെ വലിയ ശബ്ദം. തോട്ടത്തിലുള്ളവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഈ വണ്ടിയിൽ നിന്ന് ആളുകളെയൊക്കെ എടുത്തു. എല്ലാവർക്കും ആക്സിഡൻ്റ് ഉണ്ട്. ഈ അച്ഛനെയും കൊണ്ടുപോയി ആശുപത്രിയിൽ പോയി. ഒപ്പം തന്നെ ഈ വണ്ടിയിലുണ്ടായിരുന്ന 2 പേരുണ്ട്, അവരെയും കൂടെ കൊണ്ടുപോയി. ആശുപത്രിയിലെല്ലാം ചെന്നു. അച്ഛൻ മോട്ടോർ സൈക്കിൾ ഈ വണ്ടിയെ ഈ വീണ് കിടന്ന കമ്പയിൽ തട്ടി വീണതാണ്. അവിടെ ചെന്നു. അച്ഛനെ കൈക്കോ കാലിനോ 2 ഒടിവേ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് പോരാ. അച്ഛൻ പറഞ്ഞു, ആ ആക്സിഡൻറ്റ് നടന്ന ആളുകളെ എനിക്കൊന്ന് പോയി കാണണം. അച്ഛനെ ആ മുറി കൊണ്ടുപോയി. അവർ കിടന്ന, ഡ്രൈവറും ക്ലീനറും കിടന്ന മുറിയിലോട്ട് കൊണ്ടുപോയപ്പം അച്ഛൻ ചോദിച്ചു, എന്നാലും അന്ന് രാവിലെ തീരെ വെട്ടമില്ലായിരുന്നു, ഞാൻ വന്നപ്പോൾ ഈ മരം കിടക്കുന്നത് കണ്ടില്ല, എനിക്കും ആക്സിഡൻറ്റ് പറ്റി കിടന്നതാ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഈ ഡ്രൈവർ പറഞ്ഞു, ഇതെങ്ങനായി വണ്ടി മറിഞ്ഞതെന്ന് ചോദിച്ചു. വണ്ടി ഇതേ തട്ടിയാണോ മറിഞ്ഞതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അച്ഛാ എൻ്റെ വണ്ടി മറിഞ്ഞതല്ല, ഞാൻ എൻ്റെ വണ്ടി മറിച്ചതാച്ചാന്ന് പറഞ്ഞു. അച്ഛാ എൻ്റെ വണ്ടി മറിഞ്ഞതല്ല, എൻ്റെ വണ്ടി ഞാൻ മറിച്ചതാച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചാൽ എന്താണ് അങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛോ ഞാനിങ്ങനെ വരുമ്പോൾ വളവിന് നല്ല മൂടൽമഞ്ഞാണ്. ഒരു മനുഷ്യൻ മോട്ടോർ സൈക്കിളിൽ അവിടെ കിടക്കുന്നത് കണ്ടു, ഒരു മരച്ചില്ലയും കിടക്കുന്നത് കണ്ടു. ഞാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചപ്പോൾ ഒരു വൈദികൻ മരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഞാൻ മരിക്കുന്നതാണ് എന്ന് കണ്ട്
അച്ഛോ, ആ കിടന്ന അച്ഛൻ്റെ മണ്ടയ്ക്ക് കയറ്റാതെ ഞാൻ വെട്ടിച്ച് എൻ്റെ വണ്ടി മറിച്ചതാച്ചാന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു പാഠമാണ്. അന്നേരം അച്ഛൻ പറഞ്ഞു, ആ അച്ഛൻ ഞാനാന്ന് പറഞ്ഞു. ആ അച്ഛൻ ഞാനാന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരാണ്. നമ്മളെല്ലാവരും നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരായതുകൊണ്ട് നമ്മുടെ സഹോദരനെയും സഹോദരിയെയും ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകാം. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഇത്രത്തോളം അനുഗ്രഹകരമാകുന്നതിന് നിങ്ങളെല്ലാവരും അത്യധ്വാനം ചെയ്തു. നിങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം അവസരം നൽകിയാൽ വീണ്ടും നന്ദി പ്രകാശമൊക്കെ കഴിയുമ്പോൾ 1-2 കാര്യം കൂടെ പറയണമെന്നുണ്ട്. ആ സമയം പറയുന്നതായിരിക്കും എന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽപ്പീൻ, നമുക്ക് പോകാം. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി നമുക്ക് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.